പ്രിയമുള്ള സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാത്തിരിപ്പിനൊടുവിൽ നാളെ മുതൽ ഈ പറഞ്ഞ ഭക്ഷ്യസാധനങ്ങളെല്ലാം ലഭിക്കാൻ പോകുകയാണ്. നാളെ മുതൽ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയാണ്, ലഭിക്കുമെന്ന് ഉറപ്പൊന്നുമില്ല. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇന്നും ഇന്നലെയുമായിട്ട് റേഷൻ കട അവധിയാണ്. നാളെ മുതൽ 2 ദിവസത്തെ അവധിക്ക് ശേഷം റേഷൻ കട തുറക്കുകയാണ്. മറ്റന്നാൾ ഞായറാഴ്ച ആയതുകൊണ്ട് വീണ്ടും അവധി, തിങ്കളാഴ്ചയും ഉണ്ടാകും, ചൊവ്വാഴ്ച റേഷൻ കട ഉണ്ടാവുകയില്ല. ഇങ്ങനെയാണ് റേഷൻ കടയുടെ പ്രവർത്തനം. ഇനി പൂർണ്ണതോതിൽ ഒന്ന് സജീവമാകാൻ ബുധനാഴ്ച മുതലേ റേഷൻ കട ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നാളെ മുതൽ ഈ പറഞ്ഞ ആനുകൂല്യങ്ങൾ നമുക്ക് സ്പെഷ്യലായിട്ട് ലഭിക്കുന്ന നീല, വെള്ള, ബ്രൗൺ റേഷൻ കാർഡുള്ള ആളുകൾക്കുള്ള സ്പെഷ്യൽ അരി, അതോടൊപ്പം അവസാനത്തെ വമ്പൻ ഭക്ഷ്യക്കിറ്റ്, ഇതിൻ്റെ ഒരു വിതരണം നടക്കുകയാണ്. ഭക്ഷ്യക്കിറ്റിൽ എന്തെല്ലാം സാധനങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. 1 കിലോ പഞ്ചസാര, കടല 1/2 കിലോ, ചെറുപയർ 1/2 കിലോ, ഉഴുന്ന് 1/2 കിലോ, തൂവരപ്പരിപ്പ് 250, വെളിച്ചെണ്ണ 1/2 ലിറ്റർ, തേയില 100 ഗ്രാം, മുളക് പൊടി 100 ഗ്രാം, ആട്ട 1 കിലോ, മല്ലിപ്പൊടി 100 ഗ്രാം, മഞ്ഞൾപ്പൊടി 100 ഗ്രാം, 2 സോപ്പ്, 1 ഉപ്പ്, കടുക് അല്ലെങ്കിൽ ഉലുവ 100 ഗ്രാം, പാക്ക് ചെയ്ത് വരുന്ന തുണിസഞ്ചി അടക്കം 15 ഐറ്റം ഉള്ള ഒരു കിറ്റാണ് നമുക്ക് അവസാനമായി ഈ സർക്കാരിൻ്റേത് ലഭിക്കാൻ പോകുന്നത്. അപ്പം അത് വിതരണം 30-ാം തീയതി ആരംഭിച്ചിരുന്നു എങ്കിലും ഭക്ഷ്യക്കിറ്റുകൾ റേഷൻ കടയിൽ സ്റ്റോക്ക് എത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ 89 ലക്ഷം വരുന്ന റേഷൻ ഉപഭോക്താക്കൾക്ക് ഏറ്റവും ചുരുങ്ങിയ ആളുകൾക്ക് മാത്രമാണ് ഇതുവരെ അത് ലഭിച്ചത്. മാർച്ച് മാസത്തെ ഭക്ഷ്യക്കിറ്റിൻ്റെ വിതരണവും ഇതുവരെ പൂർത്തീകരിക്കാനായിട്ടില്ല. ആ സമയത്താണ് ഏപ്രിൽ മാസത്തെ വിഷു ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്യുന്നത്. അതിൻ്റെ ഒരു ലക്ഷ്യം നമുക്ക് എല്ലാവർക്കും അറിയാം, അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. അപ്പം അതിൻ്റെ ഒരു വിതരണം നാളെ മുതൽ തുടങ്ങിയേക്കും. റേഷൻ കടകളിൽ ഇതിൻ്റെ സ്റ്റോക്കുകൾ എത്തിയേക്കും. എത്തിയാൽ ഉടനെ തന്നെ എല്ലാ ആളുകൾക്കും ഇത് വാങ്ങാവുന്നതാണ്. ഇപ്പോൾ ഈ പോസ്റ്റ് മെഷീനിൽ ഇത് അവൈലബിൾ ആയിട്ടുള്ളത് പ്രത്യേകം കാർഡ് തിരിച്ചിട്ടൊന്നല്ല, എല്ലാ റേഷൻ കാർഡുള്ള ആളുകൾക്കും ഇത് അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് റേഷൻ കടയിൽ നിന്ന് ഇത് ചോദിച്ച് മേടിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ വെള്ള, നീല റേഷൻ കാർഡുള്ള ആളുകൾക്കുള്ള സ്പെഷ്യൽ അരിയുടെ വിതരണവും ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ ഏപ്രിൽ മാസത്തിൽ 20 കിലോ അരിയാണ് സ്പെഷ്യലായിട്ട് നീല, വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് ലഭിക്കുക. അതുപോലെ തന്നെ പുതുതായി അനുവദിച്ചിട്ടുള്ള ബ്രൗൺ റേഷൻ കാർഡുള്ള ആളുകൾക്ക് 4 കിലോ അരിയും 2 തവണയായിട്ട് ലഭിക്കും. ഏപ്രിൽ മാസം ഒരു പകുതിയൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ ഈ 2 കിലോ 2 അരിയും ഒരുമിച്ച് വാങ്ങാവുന്നതായിരിക്കും. ഇപ്പോൾ ഇത് 10 കിലോ മാത്രമാണ് ഇപ്പോൾ ലഭിക്കുകയാണെങ്കിൽ അത് ലഭിക്കുക. 15 രൂപ നിരക്കിലായിരിക്കും ഈ അരിയുടെ വിതരണം ഉണ്ടാകുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളെ അറിയിക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. നാളെ മുതൽ ഇതിൻ്റെ ഈ ഒരു അരി നിങ്ങൾക്ക് ലഭിച്ചേക്കാം. അതുപോലെ തന്നെ സ്പെഷ്യൽ കിറ്റും നിങ്ങൾക്ക് ലഭിച്ചേക്കാം. അപ്പോൾ ഇതുപോലുള്ള റേഷൻ അപ്ഡേറ്റുകളും മറ്റ് ഇൻഫോർമേറ്റീവായ വീഡിയോകളും ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.